ലീല ഇബ്രാഹിം പ്രവാചകൻ അലൈഹിസ്സലാം പടച്ചോൻ്റെ ചങ്ങാതി എന്നാ പറയുക. ഇബ്രാഹിം നബിയെ കുറിച്ച് പടച്ചോൻ്റെ ചങ്ങാതി ആലോചിക്കണം. അടിമയും ഉടമയുമാണ് അല്ലേ? അടിമയും ഉടമയും തമ്മിൽ ചങ്ങാതിമാരാകുമോ? ആകുമോ? ആയ ചരിത്രമാണ് ആ പ്രവാചകൻ്റെ ചരിത്രം. ആ പ്രവാചകൻ പടച്ചവനോട് നടത്തുന്നൊരു പ്രാർത്ഥനയുണ്ട്, വല്ലാത്തൊരു പ്രാർത്ഥനയാണ്. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനകൾ വെറുതെ ഇങ്ങനെ എടുത്തിട്ട് ഒരു പേപ്പറിൽ എഴുതി വെച്ച് നോക്കൊണ്ടു. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനകൾ മാത്രം ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതി നോക്കൊണ്ടു. നമുക്ക് ഇന്ന് ആവശ്യമുള്ളൊരു പ്രാർത്ഥന അതിലുണ്ടാവും. ഒരാശുപത്രിയിൽ തീരെ വയ്യാതെ കിടക്കുന്ന ഒരു അച്ഛൻ, തീരെ വയ്യ. അപ്പം അച്ഛനെ നോക്കിക്കൊണ്ട് അവിടെ ഒരു നഴ്സുണ്ട്. ആ നഴ്സ് പോയി. രാത്രിയായപ്പോൾ പുതിയ നഴ്സ് വന്ന്. ഈ പുതിയതായി വന്ന നഴ്സ്, ചാർജ് എടുത്ത നഴ്സിന് ഈ അച്ഛനെ കണ്ടപ്പോഴേ പേടിയായി. കാരണം അച്ഛന് തീരെ വയ്യ, മരണത്തിൻ്റെ ചില ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ നഴ്സിനൊരു പേടി. നഴ്സ് ഇങ്ങനെ പതുക്കെ ചെന്നിട്ട് അച്ഛൻ്റെ ചെവിയിൽ ചോദിച്ചു, അച്ഛാ, അച്ഛന് തീരെ വയ്യ, അച്ഛൻ്റെ മോനോട് എന്തെങ്കിലും പറയാനുണ്ടോ? മോൻ പുറത്ത് നിൽക്കുന്നുണ്ട്, അവനെ ഇങ്ങോട്ട് അകത്തേക്ക് വിളിച്ചോട്ടെ എന്ന് ചോദിച്ചു. പക്ഷേ അച്ഛൻ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. അച്ഛൻ അതൊന്നും കേട്ടിട്ടുണ്ടാവില്ല. അതൊന്നും കേൾക്കാൻ കഴിയാത്തത്രയും ദൂരേക്ക് അച്ഛൻ പോയി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അച്ഛൻ്റെ മറുപടിക്ക് നിൽക്കാതെ നഴ്സ് ഓടിപ്പോയിട്ട് പുറത്ത് നിൽക്കുന്ന മോനെ വിളിച്ചു. വേഗം വരുമെന്ന് പറഞ്ഞു. അയാൾ ഓടി വന്നു. അച്ഛൻ്റെ കൂടെ തന്നെ നിന്നോളൂ, അച്ഛന് വയ്യ, അച്ഛൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു കേട്ടോളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇവൻ അവിടെ ഇങ്ങനെ അച്ഛൻ്റെ അടുത്ത് തന്നെ നിന്ന് അച്ഛനെ ഇങ്ങനെ തൊട്ട് തലോടി ആശ്വസിപ്പിച്ച് അവിടെ ഇങ്ങനെ നിന്നു. ഒരു പെടച്ചിൽ, അച്ഛൻ മരിച്ചു. അപ്പോൾ ഡോക്ടർമാരും നഴ്സുമാരും എല്ലാവരും ഓടി വന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൂടി നിന്ന് ചെയ്യുന്നതിനിടയിൽ ഈ മകനില്ലേ, അയാളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുക. സങ്കടത്തോടെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നഴ്സിനോടൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം കേട്ട് നഴ്സ് അമ്പരന്ന് പോയി. ഇതാരാണ്? അപ്പം ഇങ്ങടെ അച്ഛനല്ലേ ഇത്? അല്ല, എൻ്റെ അച്ഛനല്ല, എൻ്റെ അച്ഛൻ അപ്പുറത്തെ റൂമില്ല. അപ്പം ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ എന്തിനാണ് ഓടി വന്നത് എന്ന് ചോദിച്ചു. ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ എന്തിനാണ് ഓടി വന്നത്? അപ്പം അയാൾ പറഞ്ഞു, എന്നെക്കൊണ്ട് എന്തോ ഒരു ആവശ്യമുണ്ടെന്ന് തോന്നി, അതുകൊണ്ട് ഓടി വന്നതാണ്. നഴ്സ് ഇങ്ങനെ കൈകൂപ്പി, മരിച്ചാലും മറക്കൂല എന്ന് പറഞ്ഞു. അതാ നമ്മളെക്കൊണ്ട്, നമ്മളെക്കാൾ ദുർബലരായ മനുഷ്യർക്ക് എന്തോ ചില ആവശ്യങ്ങളുണ്ട് എന്നറിഞ്ഞ് ഓടിക്കൂടിയ മനുഷ്യർക്ക് വിളിക്കുന്ന പേരാണ് അൽ-ഇഹ്സാൻ എന്ന് പറയുന്നത്. അതാണ് നമ്മളെക്കാൾ ദുർബലരായ മനുഷ്യർക്ക് സഹായം ചെയ്യാനല്ല, അവരുടെ കൂടെ നിൽക്കാൻ. സഹായം എന്നുള്ള വാക്ക് കുറച്ച് പ്രശ്നമുള്ള വാക്കാണ്. അതിലൊരാൾ കുറച്ച് കൊടുക്കുന്ന ഒരാളും ഒരാൾ വാങ്ങുന്ന ഒരാളും ഒക്കെ ആയിട്ട് മാറുന്നുണ്ട്. ഞാനൊരിക്കൽ പുറത്ത് വെച്ചിട്ട് ഞങ്ങളിങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോവാം. അപ്പം നമ്മുടെ കൂടെ കണ്ണ് കാണാത്ത ഒരു സുഹൃത്തുണ്ട്, നന്നായി പാട്ടൊക്കെ പാടുവാണ്. അപ്പോൾ അവൻ നമ്മുടെ കൂടെ ഉണ്ട്. ഞങ്ങളിങ്ങനെ ഒരുമിച്ച് പോകുമ്പോൾ ഞാനവൻ്റെ കൈ പിടിച്ചു. കണ്ണ് കാണാത്ത ഒരാളുടെ കൈ പിടിക്കണം എന്നാണല്ലോ അല്ലേ? പക്ഷെ അവൻ എന്നോട് പറഞ്ഞു, എൻ്റെ കൈ പിടിക്കണ്ടെന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ചു, നിങ്ങളുടെ ഒരു സുഹൃത്ത് ഇപ്പം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൈ പിടിക്കുകയാണോ ചെയ്യുക, തോളിൽ പിടിക്കുകയാണോ ചെയ്യുക എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് തോളിൽ പിടിക്കും, എന്നാൽ എന്നെ തോളിൽ പിടിച്ചാൽ മതി എന്ന്. കൈ പിടിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു സഹായമാണ്, തോളിൽ പിടിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു സൗഹൃദമാണ്. അതാണ് വ്യത്യാസം. തോളിൽ പിടിക്കുക എന്ന് പറയുമ്പോൾ അവിടെ അർത്ഥം മാറി. ഇവിടെ കണ്ണ് കാണാത്ത കുറേ സുഹൃത്തുക്കൾ ഇരിക്കുന്നുണ്ട്. അവരെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്ന ഒരു കഥ ഉണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തൊരു കഥയാണ്, ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കഥയാണ്. പറയട്ടെ? നിങ്ങൾ കേൾക്കണ്ടല്ലോ അല്ലേ?
നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കണത് കേട്ടോ. ഇവിടെ സൗണ്ട് എനിക്ക് ഇങ്ങോട്ട് മനസ്സിലാണല്ലോ. സാറല്ല നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടല്ലോ, ആ മതി, നോ പ്രോബ്ലം. അപ്പോൾ ജപ്പാനിൽ നിന്നുള്ള ഒരു കഥയാണ് കേട്ടോ. കഥയല്ല, ശരിക്ക് ഉണ്ടായ സംഭവമാണ്. അപ്പോൾ അവിടെ ഒരു കുട്ടിയുണ്ട്. അവന് ഒരു 2 വയസ്സൊക്കെ പ്രായമുള്ള സമയത്ത് ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് അവൻ്റെ പിന്നെ ഇടത് കൈ നഷ്ടപ്പെട്ടു. ഇടത് കൈ പോയി. പക്ഷെ ഇവനൊരു 9 വയസ്സൊക്കെ ആയത് മുതൽ ഇവൻ്റെ ആഗ്രഹം എന്താണെന്നറിയോ? ഇവന് ജുഡോ പഠിക്കണം എന്നാണ്. ജുഡോ എന്ന് പറഞ്ഞാൽ നമ്മളെ കരാട്ടെ പോലെയുള്ള ഒരു സംഭവമാണ് ജുഡോ. ഒരു കൈയുള്ള ആളെ എങ്ങനെയാണ് ജുഡോ പഠിക്കുക എന്ന് അവൻ്റെ പാരൻസ് ചോദിച്ചില്ല. അതാണ്, അവൻ്റെ അച്ഛനും അമ്മയും അത് ചോദിച്ചില്ല. ജുഡോ പഠിക്കണമെന്ന് അവൻ ആഗ്രഹം പറഞ്ഞപ്പോൾ ആ നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ജുഡോ മാസ്റ്ററുടെ അടുത്ത് ഇവനെ കൊണ്ടുപോയി ചേർത്തു. അങ്ങനെ അവനത് പഠിക്കാൻ തുടങ്ങി. അതിൻ്റെ ബേസിക്കായതൊക്കെ എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുത്ത്, പിന്നെ ബേസിക്കായിട്ടുള്ളത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അടവുകൾ പഠിപ്പിക്കണം. എതിരാളിയെ തോൽപ്പിക്കാനുള്ള അടവുകൾ പഠിപ്പിക്കണം. കുറേ അടവുകളുണ്ട്. എല്ലാ കുട്ടികൾക്കും കുറേ അടവുകൾ മാഷ് പഠിപ്പിച്ചു കൊടുക്കും. പക്ഷെ ഇവനില്ലേ, ഒരേ ഒരു അടവ് മാത്രമേ പറഞ്ഞു കൊടുത്തുള്ളൂ. ഒന്ന് മാത്രം പിന്നെ അതന്നെ പഠിപ്പിച്ചു കൊടുക്കുക. അപ്പം ഇവനൊരു വിഷമമായി. ചെറിയ കുട്ടിയല്ലേ. ഇവൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞു, അമ്മ, എനിക്ക് ഒരടവ് മാത്രമേ പഠിപ്പിച്ചു തരുന്നുള്ളൂ, ഒരു സൂത്രം മാത്രമേ പഠിപ്പിച്ചു തരുന്നുള്ളൂ. മറ്റേ കുട്ടികൾക്കൊക്കെ ഒരുപാട് സൂത്രങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് പറഞ്ഞു. പക്ഷേ മാസ്റ്ററോട് ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല. അവരുടെ അച്ഛനും അമ്മയും ഇവനെ ആശ്വസിപ്പിച്ച് സാരമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവൻ ചെറിയ കുട്ടിയല്ലേ. ഇവനൊരു ദിവസം മാഷോട് ചോദിച്ചു, മാഷ, എനിക്കെന്താ ഒന്ന് മാത്രം പഠിപ്പിക്കണേ എന്ന് ചോദിച്ചു. അപ്പം മാഷ അവനോട് പറഞ്ഞു, ഇത് മതി, നീ ഇതിലൊരു മാസ്റ്റർ ആവണം എന്ന് പറഞ്ഞു. ഇത് മതി, ഇത് നീ അടിപൊളിയായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം അവന് ആശ്വാസമായി. അവൻ അത് നല്ലോണം പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ആ നാടിൻ്റെ കുറച്ചപ്പുറത്തുള്ള നാട്ടിൽ ഒരു വലിയ ടൂർണമെൻറ്റ് നടക്കുക ജുഡോയിൽ. അപ്പം മാസ്റ്ററുടെ കുറച്ച് കുട്ടികളെയും കൊണ്ട് മാഷ് പോവാ മത്സരത്തിന്. അതിലിവനുണ്ട്. ചെറിയ കുട്ടിയാണ്, ഒരു 11 വയസ്സ് ഒക്കെ ഉള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ഇവൻ്റെ മത്സരം തുടങ്ങി. 1ാമത്തെ റൗണ്ട്, 2ാമത്തെ റൗണ്ട്, 3ാമത്തെ റൗണ്ട്. ഈ 1ാമത്തെ റൗണ്ടും 2ാമത്തെ റൗണ്ടും ഇവന് ഈസി ആയിരുന്നു. പക്ഷെ 3ാമത്തെ റൗണ്ട് നല്ല കഷ്ടപ്പാടായിരുന്നു. അവന് കിട്ടിയ എതിരാളി നല്ല ഉഗ്രനായ ഒരു എതിരാളിയാണ്. അതുകൊണ്ട് അവന് ഈസി അല്ല. അവന് പേടിക്കാൻ തുടങ്ങി. അവൻ ഭയങ്കരമായിട്ട് പേടിച്ചു. അപ്പം എതിരാളി ഇവനെ ചില സമയത്ത് കീഴടക്കി. അവൻ തോറ്റു എന്ന് തന്നെ വിചാരിച്ചു. പക്ഷെ ഒരു സമയത്ത് എതിരാളിയുടെ ശ്രദ്ധ ഒന്ന് മാറി. ആ സമയത്ത് ഇവൻ്റെ അടവില്ലേ, ഇവൻ പഠിച്ച അടവില്ലേ, ഇവനത് പ്രയോഗിച്ചു. എതിരാളി തോറ്റു. അനങ്ങാൻ കഴിയില്ല. അങ്ങനെ ഒരു ലോക്കാണത്. ആ അടവ് എടുത്തു കഴിഞ്ഞാൽ എതിരാളിക്ക് അനങ്ങാൻ കഴിയില്ല. ഇവൻ ജയിച്ചു. ഒറ്റ കൈയുള്ള കുട്ടിയല്ലേ. ആ സ്റ്റേഡിയത്തിലുള്ള മുഴുവൻ ആളുകളും അത്രയും നേരം കൈയടിച്ചതിനേക്കാൾ ഉച്ചത്തിൽ ഈ കുട്ടിക്ക് വേണ്ടി കൈയടിച്ചു. അങ്ങനെ അവൻ ജയിച്ച്. അപ്പം തിരിച്ചു പോരുക, ട്രോഫിയും കൊണ്ട് തിരിച്ചു പോരുക. അപ്പം ട്രോഫിയും കൊണ്ട് തിരിച്ചു വരുമ്പോൾ അച്ഛനുണ്ട്, അമ്മയുണ്ട്, മാസ്റ്ററുണ്ട്. അപ്പം ഇവൻ മാസ്റ്ററോട് ചോദിക്കുക, മാസ്റ്ററെ, എനിക്ക് ഒറ്റ അടവല്ലേ അറിയുള്ളൂ, പിന്നെ ഞാൻ എങ്ങനെയാണ് ജയിച്ചത് എന്ന്. അപ്പം മാഷ് പറഞ്ഞു, എടാ, നിനക്കറിയുന്ന ഒരടവില്ലേ, ആ അടവ് ജുഡോയിൽ ഭയങ്കര പ്രധാനപ്പെട്ട അടവാണ്. പക്ഷെ ഈ അടവ് നിൻ്റെ എതിരാളിക്കും അറിയാം, ഓനും പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇതിലുള്ളൊരു പ്രശ്നം എന്താണെന്നറിയോ? നീ ആ അടവെടുത്ത് അവനെ കൂട്ടിയാൽ, അവനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവന് രക്ഷപ്പെടണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഈ അടവെന്ന് ഒരാൾക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയേ ഉള്ളൂ. അതെന്താണെന്നറിയോ? നിൻ്റെ ഇടത് കയ്യിൽ പിടിക്കുക. അങ്ങനെ നിനക്കതില്ലല്ലോ, പിന്നെ എങ്ങനെ അവൻ രക്ഷപ്പെടും?
അവൻ ജീവിതത്തിൽ ആദ്യമായി ആ ഇടത് കൈയിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കി ദൈവത്തോട് നന്ദി പറഞ്ഞു. ഇത്രയും കാലം അവൻ വിചാരിച്ചത് ദൈവം എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്ന് നഷ്ടപ്പെടുത്തിയല്ലോ എന്നുള്ള സങ്കടമായിരുന്നു. പക്ഷെ എന്നവന് മനസ്സിലായി അത് നഷ്ടമായിരുന്നില്ല, എന്നെ എവിടെ നിന്നൊക്കെയോ രക്ഷപ്പെടുത്തുകയായിരുന്നു. നഷ്ടങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്ന പലതും കാരുണ്യവാനായ ഒരാളുടെ പദ്ധതിയായിരുന്നു. നഷ്ടങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്ന പലതും അവൻ്റെ പദ്ധതികളായിരുന്നു. നമ്മളെ എവിടെ നിന്നൊക്കെയോ രക്ഷപ്പെടുത്താനുള്ള അവൻ്റെ പദ്ധതികൾ. എല്ലാ മനുഷ്യരും എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കും. ആയുസ് കിട്ടിയ എല്ലാ മനുഷ്യരും എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കും. പക്ഷെ ചില മനുഷ്യർ അർത്ഥപൂർണമായി ജീവിക്കും. അതാണ്. കോഴിക്കോട് ഒരു രാഷ്ട്രീയക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം കോഴിക്കോട്ടെ ടൗണിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന കാലത്ത് പാളയത്താണ് എപ്പോഴും ചായ കുടിക്കാൻ പോവുക. അങ്ങനെ പാളയത്ത് ചായ കുടിക്കാൻ പോകുമ്പോഴൊക്കെ അവിടെ ഒരു സ്വീപ്പറെ കാണും. അവിടെ ഇങ്ങനെ റോഡൊക്കെ വൃത്തിയാക്കുന്ന ഒരാളെ കാണും. അപ്പോൾ ഇയാളെ കാണുമ്പോൾ ഈ രാഷ്ട്രീയക്കാരനൊരു സങ്കടമാണ്, ഒരു വിഷമം. അപ്പോൾ അവൻ അടുത്തേക്ക് വിളിക്കും, എന്നിട്ട് കൈ കൊടുക്കും. അപ്പോൾ ഇയാൾ കൈ കൊടുക്കാനൊക്കെ ആദ്യം മടിക്കും, കാരണം ചെളിയൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷേ ഈ രാഷ്ട്രീയക്കാരൻ കൈ കൊടുക്കും, എന്നിട്ട് ഒരുമിച്ചിരുന്ന് ചായ കുടിക്കും കാണുമ്പോഴൊക്കെ. അങ്ങനെ അവർ തമ്മിലൊരു സൗഹൃദമായി. നാരായണൻകുട്ടി എന്നാണ് അയാളുടെ പേര്, നാരായണൻകുട്ടി. ഒരു ദിവസം നാരായണൻകുട്ടിയുടെ വീട്ടിലേക്ക് ഒരു പോലീസ് വണ്ടി വന്നു. ജീപ്പിൽ നിറയെ പോലീസ്. നാരായണൻകുട്ടിക്ക് പേടിയായി. പോലീസ് വന്നിട്ട് എന്താ ചെയ്യുന്നത് അറിയോ? ഒരു സാധനം കൊടുത്ത് നോക്കുമ്പോൾ ട്രെയിനിൻ്റെ ടിക്കറ്റാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളോട് തിരുവനന്തപുരത്തേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ്. നാരായണൻകുട്ടിക്ക് മനസ്സിലായില്ല. തിരുവനന്തപുരത്ത് പോയി റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങിയപ്പോൾ അവിടെ ആൾക്കാരുണ്ടായിരുന്നു, വേറെ പോലീസ്. നാരായണൻകുട്ടിയെയും കൊണ്ട് പോകണം എങ്ങോട്ടറിയാം? വിദ്യാഭ്യാസ മന്ത്രിയുടെ വീട്ടിലേക്ക്. ആ രാഷ്ട്രീയക്കാരൻ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയാണ്. തൂപ്പ് ജോലി ചെയ്തത് എങ്ങനെയാണോ അത്രയും ആത്മാർത്ഥമായി വിദ്യാഭ്യാസ മന്ത്രിയുടെ സ്റ്റാഫായും പ്രവർത്തിച്ചു. കുറച്ചുകൂടെ കാലം കഴിഞ്ഞ് അയാൾ വിദ്യാഭ്യാസ മന്ത്രി MP ആയി, പിന്നെ ഉപമുഖ്യമന്ത്രിയായി, പിന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. കുറേ കാലം കഴിഞ്ഞ് അയാൾ മരിച്ചു. ചെറിയ പ്രായത്തിലാണ് മരിച്ചത്. 60 വയസ്സ് പോലും ആയിട്ടില്ലായിരുന്നു. അപ്പോഴും നാരായണൻകുട്ടിയുടെ മനസ്സിൽ അയാളുണ്ട്, പോയിട്ടില്ല. നാരായണൻകുട്ടിയുടെ കല്യാണം കഴിഞ്ഞൊരു കുട്ടിയായി. ആ കുട്ടിക്ക് ചോറൂണിന് ഗുരുവായൂരിലേക്ക് പോവാം. ചോറൂണും പേരിടലും ഇതിന് രണ്ടിനും വേണ്ടിയിട്ട് ഗുരുവായൂരിലേക്ക് പോവാം. അങ്ങനെ ഗുരുവായൂരിലേക്ക് പോകുമ്പോൾ കോഴിക്കോട് അങ്ങാടിയിൽ വണ്ടി എത്തി. ആ സമയത്ത് നാരായണൻകുട്ടി പറയാ, അമ്മ നമുക്ക് ചോറൂണ് ഗുരുവായൂരിൽ വെച്ചാക്കാം, പക്ഷെ പേരിടുന്നത് ഇവിടെ വെച്ച് മതി. എവിടെ വെച്ച്? നടക്കാവിലെ പള്ളിപ്പറമ്പിൽ വെച്ചു. നടക്കാവിലെ പള്ളിപ്പറമ്പിൽ നാരായണൻകുട്ടിക്ക് ജീവിതം കൊടുത്ത ആ വലിയ മനുഷ്യൻ്റെ ഖബറിനരികിൽ നിന്ന് നാരായണൻകുട്ടി കുഞ്ഞിൻ്റെ ചെവിയിൽ പേര് വിളിച്ചു. ലാൽ എന്നാണ് പേര് വിളിച്ചത്. ആ കിടക്കുന്ന ആളുടെ പേരെന്താണെന്നറിയോ? 56 വയസ്സായപ്പോഴേക്ക് ഒരു ഇതിഹാസ ജീവിതം പൂർത്തിയാക്കിയ CH മുഹമ്മദ് കോയ എന്നാണ് ആ മനുഷ്യൻ്റെ പേര്. ഇതെന്താണെന്നറിയോ? ശ്രദ്ധിച്ചു. അതാണ്. ഈ രാഷ്ട്രീയക്കാരന് വേണമെങ്കിൽ ശ്രദ്ധിക്കാതിരിക്കായിരുന്നു, അല്ലേ? ഒന്ന് നോക്കിയിട്ട് അവഗണിക്കാമായിരുന്നു. പക്ഷെ അവഗണിച്ചില്ല, പരിഗണിച്ചു. ഒരു മനുഷ്യൻ്റെ ജീവിതം മാറ്റിമറിച്ചു. അതാണ്. ഒരാൾക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. എത്ര കാലം ജീവിക്കുന്നു എന്നുള്ളതൊന്നൊരു പ്രധാനപ്പെട്ട കാര്യമേ അല്ല, എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതേ കോഴിക്കോട്ട് തന്നെ വേറൊരാളുണ്ടായിരുന്നു. 46-ാമത്തെ വയസ്സിൽ മരിച്ചുപോയ ആളാണ്. എത്ര ചെറിയ പ്രായമായിരിക്കും? ആകെ 46 കൊല്ലമാണ് ജീവിച്ചത്. അതിൽ 9 കൊല്ലം ജയിലിലുമാണ്.
ഒരു 10-20 വയസ്സ് വരെ പഠിച്ചിട്ടുണ്ട്. അപ്പം എത്ര കാലമാണ് ആകെ പ്രവർത്തിച്ചത്? ആലോചിച്ച് നോക്ക്. അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു കേരളത്തിൽ, KPCCയുടെ. അങ്ങനെ കർണാടകയിൽ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയി. കോൺഗ്രസിൻ്റെ സമ്മേളനമാണ്. നെഹ്റു ഒക്കെ ഉണ്ട് സ്റ്റേജിൽ. ആ സമയത്ത് ഇയാൾക്ക് പ്രസംഗിക്കാനുള്ളൊരു അവസരം കിട്ടി. 5 മിനിറ്റാണ്. 5 മിനിറ്റ്. ആ 5 മിനിറ്റ് സംസാരിച്ചത് എന്തിനെ കുറിച്ച് അറിയോ? പിന്നെ മലബാർ സമരം കാരണവും വസൂരി കാരണവും കുറേ വാപ്പന്മാർ മരിച്ചു പോയിട്ടുണ്ട്, കുറേ അച്ഛന്മാർ മരിച്ചു പോയിട്ടുണ്ട്. അവരുടെ കുഞ്ഞുങ്ങളെയും വിധവകളെയും സംരക്ഷിക്കാൻ ഞങ്ങൾക്കൊരു കേന്ദ്രമില്ല. ഇതാണ് പ്രസംഗിക്കുന്നത്. പ്രസംഗം കഴിഞ്ഞ് താഴത്തേക്ക് ഇറങ്ങിയപ്പോഴേ പഞ്ചാബിലുള്ള കുറേ ആളുകൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എത്ര പൈസയാണ് വേണ്ടത്? നാട്ടിലൊരു സ്ഥാപനം തുടങ്ങണം എന്ന് പറഞ്ഞു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത്? കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയ ആള് കോഴിക്കോട് വന്ന് കരിവണ്ടി ഇറങ്ങിയപ്പോൾ ആ സ്ഥാപനം ഉണ്ടാക്കാനുള്ള പൈസ ഉണ്ടായിരുന്നു കീശയിൽ. ആ സ്ഥാപനത്തിന് ഇന്ന് നമ്മൾ വിളിക്കുന്ന പേരാണ് JDT എന്ന് പറയുന്നത്. ആ മനുഷ്യൻ്റെ പേര് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എന്നാണ്. ഇതൊക്കെ എന്താണെന്നറിയോ? എത്ര കാലം ജീവിച്ചു എന്നുള്ളതൊരു വിഷയമല്ല. സത്യത്തിൽ അതൊരു വിഷയമല്ല. ഒരാൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ്. വരാനിരിക്കുന്ന മനുഷ്യരുടെ മനസ്സിൽ അയാൾ ബാക്കിയാകുന്നുണ്ടോ എന്നതാണ്. അതാണ് കാര്യം. ഹബീബായ ഖലീലായ ഇബ്രാഹിം പ്രവാചകൻ അലൈഹിസ്സലാം, പടച്ചോൻ്റെ ചങ്ങാതി എന്നാ പറയുക ഇബ്രാഹിം നബിയെ കുറിച്ച്. പടച്ചോൻ്റെ ചങ്ങാതി ആലോചിക്കണം. അടിമയും ഉടമയുമാണ് അല്ലേ? അടിമയും ഉടമയും തമ്മിൽ ചങ്ങാതിമാരാകുമോ? ആകുമോ? ആയ ചരിത്രമാണ് ആ പ്രവാചകൻ്റെ ചരിത്രം. ആ പ്രവാചകൻ പടച്ചവനോട് നടത്തുന്നൊരു പ്രാർത്ഥനയുണ്ട്. വല്ലാത്തൊരു പ്രാർത്ഥനയാണ്. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനകൾ വെറുതെ ഇങ്ങനെ എടുത്തിട്ട് ഒരു പേപ്പറിൽ എഴുതി വെച്ച് നോക്കുന്നുണ്ടോ? ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനകൾ മാത്രം ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതി നോക്കുന്നുണ്ടോ? നമുക്ക് ഇന്ന് ആവശ്യമുള്ളൊരു പ്രാർത്ഥന അതിലുണ്ടാവും. അങ്ങനത്തെ ഒരു മാജിക് ഉണ്ട് അതിലൊരു പ്രാർത്ഥന എന്താണെന്നറിയോ? പടച്ചോനെ, വരാനിരിക്കുന്ന മനുഷ്യർ എന്നെക്കുറിച്ച് നല്ലത് പറയണേ. അലോചിച്ച് കൂടുള്ള ആൾക്കാർ നല്ലത് പറയണമെന്നല്ല, അതിന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി, ചില സൂത്രങ്ങളൊക്കെ മതി. പക്ഷേ വരാനിരിക്കുന്ന തലമുറകളുടെ നെഞ്ചിൽ നമ്മൾ ഉണ്ടാകണമെങ്കിൽ ചെറിയ കാര്യമല്ല. അതാണ് കർമ്മങ്ങൾ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു അതിങ്ങനെ ബാക്കിയായിട്ട് കിടക്കും. അപ്പം ഈ അൽ ഇഹ്സാൻ്റെ പിന്നിലുള്ള സുഹൃത്തുക്കൾ, പ്രവാസികളും നാട്ടുകാരായിട്ടുള്ള ആ സുഹൃത്തുക്കളൊക്കെ മരിച്ചു പോകും. പക്ഷെ അവർ ചെയ്ത ഈ കർമ്മം ഇവിടെ ബാക്കിയാവും. ഒരു മരം മുറിച്ചാൽ അതിൻ്റെ കുറ്റി ഇങ്ങനെ ബാക്കി ഉണ്ടാവില്ലേ? കുറച്ച് കാലം കഴിഞ്ഞാൽ അതിൻ്റെ ആ പുറത്തുള്ള തൊലി പോവും. കുറച്ചുകൂടെ കാലം കഴിഞ്ഞാൽ പിന്നെയുള്ള ആ വെള്ള ഭാഗവും ഇങ്ങനെ ചീഞ്ഞു പോവും. പക്ഷെ കൊല്ലങ്ങൾ കഴിഞ്ഞാലും ചിലപ്പോൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ആ കറുത്ത ഭാഗം അവിടെ തന്നെ ഉണ്ടാവും അല്ലേ? നമ്മൾ കാതൽ എന്നാ പറയുക. കാതൽ, കാതലായ ഭാഗം, കോർ എന്ന് പറയുന്നു. ദിസ് ഈസ് അമലുകൾ. നമ്മൾ പോവും, നമ്മൾ ചെയ്തത് ഇവിടെ ബാക്കിയാവും അല്ലേ? അങ്ങനെയൊരു മീനിങ് ഫുൾ എക്സിസ്റ്റൻസ് എന്ന് ഇംഗ്ലീഷ് പറയും. എന്ന് പറഞ്ഞാൽ അർത്ഥമുള്ള ജീവിതം. അങ്ങനെ ഒരു ജീവിതം നയിക്കാൻ കാരണമാവുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. അങ്ങനെ ജീവിതത്തിനൊരു ലക്ഷ്യം ഒരാൾക്കില്ലേ, അയാൾ ചെതറിപ്പോവും. അതാ